എല്ലാ ദിവസവും വിചാരിക്കും കേട്ടോ രാത്രിയിൽ ഇന്നൊന്നും കഴിക്കുന്നില്ലെന്ന്. പക്ഷെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെറിയൊരു വിശപ്പ് വരും കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും കഴിച്ചിട്ട് കറിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടാവുമേ. ഇന്നും അധികം കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊരു മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പച്ചമുളക് പുറത്ത് പോയി പറിക്കണം, നല്ല മഴയാണേ. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ചെറുതായിട്ടൊരു മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നും വിചാരിക്കും രാത്രിയിലൊന്നും കഴിക്കേണ്ടെന്ന്. പക്ഷേ അമ്മയുടെ കറിയുടെ മണവും എല്ലാം കൂടെ അടിക്കുമ്പോഴേ അവർ ചോറിടുന്ന മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയേ. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ള കറികളൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം, ഒരു കോഴിമുട്ടയും കൂടെ അങ്ങോട്ട് പൊരിക്കാമെന്ന്. അങ്ങനെ ഒരു മുട്ട അങ്ങോട്ട് പൊരിച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ രാവിലത്തേക്ക് പുട്ടും ചെറുപയറും ഉണ്ടാക്കാനുള്ള ചെറുപയർ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുവാണേ. അപ്പോൾ എനിക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂട് ചോറാണ് കേട്ടോ. വൈകുന്നേരം അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ കായയും പരിപ്പും കറിയാണേ, അടിപൊളി കറിയാണേ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പാത്രം ഉണ്ടാക്കിയതാണേ, അത് തീർന്നു. അച്ഛൻ അമ്മയോട് പറയുന്ന കേട്ടോ, നാളെയും ചോറിന് ഈ കറി തന്നെ ഉണ്ടാക്കണേന്ന്. കായയും പരിപ്പും വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ കായയും പരിപ്പും കറി വെച്ചതിൻ്റെ കൂടെ കോഴിമുട്ട വറുത്തതും പിന്നെ മീനിൻ്റെ ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഒരു തെരണ്ടി കഷ്ണം എടുത്തേ.